ഇറക്കം 38 ഇഞ്ചാണ് വേണ്ടത്. അതിൽ കൂടെ 4 ഇഞ്ച് കൂട്ടി നമ്മൾ 2 പീസ് തുണി മുറിച്ച് എടുക്കണം. 4 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ഇഞ്ച് കാലിൻ്റെ അടി മടക്കിയടിക്കാനും മുകളിൽ ഇലാസ്റ്റിക് ഇടാൻ മടക്കിയടിക്കണം. ഇനി നമ്മളത് മുറിച്ചെടുത്തതിന് ശേഷം മടങ്ങിയ ഭാഗം നമ്മുടെ സൈഡിലേക്ക് ഇട്ട് നമ്മുടെ അരവണ്ണം 40 ഇഞ്ചാണ്. അതിൽ 4/1 എടുത്ത് അതിൽ കൂടെ 2 ഇഞ്ച് കൂട്ടുക. ക്രോച്ചിൻ്റെ ഇറക്കം 15 ഇഞ്ചാണ്. 2 ഇഞ്ച് അവിടെ ക്രോച്ചിൻ്റെ കർവ് വരയ്ക്കാനായിട്ട് കൂടുതലെടുക്കണം. ഉണ്ടോ? അങ്ങനെ എന്നിട്ട് കർവ് വരച്ച് കൊടുക്കുക. ഇനി കാലിൻ്റെ അടിയിലത്തെ വണ്ണം 12 ഇഞ്ചാണ്. ആ 12 ഇഞ്ച് എടുക്കുക. 2 ഇഞ്ച് നമ്മൾ മടക്കിയടിക്കാനും മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ആ ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് ഒരു കർവ് രൂപത്തിൽ വരച്ചെടുക്കാം. മുകളിൽ 2 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനും വരച്ചിടാം. അപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി 1/2 ഇഞ്ച് വീതം നമുക്ക് അടിക്കാനുള്ളതും കൂടി മാർക്ക് ചെയ്തിടാം. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അടിഭാഗം 2 ഇഞ്ച് മടക്കി വെച്ച് ഇങ്ങനെ ക്രോച്ചിൻ്റെ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അടിഭാഗത്ത് മടങ്ങിയ ഭാഗമാണ്, അത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രോച്ച് ഭാഗം 2ൻ്റെയും ഒരേ വശം വെച്ച് നല്ല ഭാഗത്തിൻ്റെ മുകളിൽ വെച്ച് അടിച്ചെടുക്കാം. അങ്ങനെ 2 ഭാഗവും അടിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് കാലിൻ്റെ അടി 1 ഇഞ്ച് ആദ്യം മടക്കി അടിക്കണം. കട്ടി കുറഞ്ഞ സാരിയുടെ തുണി ആയതുകൊണ്ട് കട്ടിക്ക് വേണ്ടിയിട്ട് 2 മടക്ക് മടക്കി നമുക്ക് അടിക്കാനാണ്. 1 ഇഞ്ച് വീതം 2 മടക്കാകുമ്പോൾ 2 ഇഞ്ച് മടക്കി അടിക്കാം. 1 ഇഞ്ച് നമ്മളിങ്ങനെ മടക്കി അടിച്ചു. ഇനി അതിനെ 1 മടക്കും കൂടി മടക്കി അടിച്ചെടുക്കാം. 2 കാലും ഇതുപോലെ അടിച്ചെടുക്കണം കേട്ടോ. ഒരു ഇഞ്ച് വീതം ഇങ്ങനെ മടക്കി അടിക്കുക. ഇനി കാല് രണ്ടും വേറെ നമുക്ക് എടുത്ത് അടിച്ചു കൊടുക്കാം. ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് നീളത്തിൽ അടിക്കുക. ഒരറ്റം മുതൽ മറ്റേ കാലിൻ്റെ അറ്റം വരെ നമുക്ക് അടിക്കാനായിട്ട് സാധിക്കും. 1/2 ഇഞ്ച് വീതം തയ്യൽത്തുമ്പിട്ട് ക്രോച്ചിൻ്റെ ഭാഗം വരുമ്പോൾ നന്നായിട്ട് കെട്ടിട്ടടിക്കണം, അല്ലെങ്കിൽ അവിടെ വിട്ടുപോകും കേട്ടോ. അടിച്ചെടുക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അങ്ങനെ കാല് നമ്മൾ അടിച്ചെടുത്തു. ഇനി നമുക്ക് മുകളിലെ ഭാഗം ഇലാസ്റ്റിക് ഇടാനായിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കി അടിച്ചതിന് ശേഷം 1.5 ഇഞ്ച് വീണ്ടും മടക്കി അടിച്ചെടുക്കാം. ഇലാസ്റ്റിക് അതിൽ കുറച്ച് ലൂസായി കിടക്കണം. ഇലാസ്റ്റിക് ഇടാനായിട്ട് ലാസ്റ്റ് ആകുമ്പോൾ ഒരു 1.5 ഇഞ്ച് നമ്മൾ അടിക്കാതെ ഇടണം. ഹോളായിട്ട് കണ്ടോ. അതിൽ നമുക്ക് ഇലാസ്റ്റിക് ആയിട്ടാണ് ഇലാസ്റ്റിക് ഇടാം. അപ്പോൾ ഇതിൽ കൂടെ ഇലാസ്റ്റിക് നമ്മൾ കയറ്റി ഇനി അത് എല്ലായിടത്തും ചെറിയ ഒപ്പാക്കി വലിച്ചടിക്കണം. ഉണ്ടോ? വലിച്ച് പിടിച്ച് ചെറിയ ഒപ്പാക്കിയിട്ട് വേണം വലിച്ച് പിടിക്കാൻ കേട്ടോ. നന്നായിട്ട് വലിച്ച് പിടിച്ച് അടിച്ചെടുക്കണം. ഉണ്ടോ? അടിച്ചെടുത്ത് പലാസോ പാൻറ് റെഡി.